ുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ആശാ വർക്കർമാർ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. ഓണറേറിയം കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണ് ആശമാരുടെ നിലപാട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള മന്ത്രി വീണ ജോർജിന്റെ നീക്കം കണ്ണിൽ പൊടിയിടാനാണെന്ന് സമരസമിതി അറിയിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി സംഘടനകളാണ് സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റ് തടയിൽ തുടങ്ങിയ അനിശ്ചിതകാല സമരത്തിന്റെ 39ാം ദിവസത്തിലാണ് നിരാഹാര സമരത്തിന് തുടക്കമായത്. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുൾപ്പെടെ നടന്ന ആദ്യ 2 ഘട്ട സമരങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ച കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണെന്ന് സമരസമിതിയുടെ വിമർശനം. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് നിർമ്മലാ സീതാരാമന്റെ കേന്ദ്രമന്ത്രിയുടെ അനുമതി കിട്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് ചർച്ച ചെയ്യാൻ പോയെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, എന്ത് നോക്കുകയാണ്? CM പോയില്ലായിരുന്നോ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട്? എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരുന്നെങ്കിൽ വാങ്ങിച്ചോണ്ട് വരട്ടെ. അത് ഓണറേറിയവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് സർക്കാർ ദൂർത്ത് തുടരുന്നതിനിടയിലാണ് മറുവശത്ത് പണമില്ലെന്ന് പറഞ്ഞ ആശമാരോട് അനാസ്ഥ കാണിക്കുന്നതെന്ന് അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ KG താര. ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന് പുറമെ UDF കക്ഷി നേതാക്കളും ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. കൂടിക്കാഴ്ചയ്ക്ക് ആരോഗ്യമന്ത്രി JP നഡ്ഡ അനുമതി നൽകിയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ്. സജിത്ത്, കണ്ണിൽ പൊടിയിടാനാണ് മന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നത് എന്ന് ആശമാർ പറഞ്ഞതേയുള്ളൂ. മുൻകൂട്ടി അനുവാദം ചോദിക്കാതെയുള്ള ഒരു യാത്രയായിരുന്നില്ലേ ഇത്? അങ്ങനെ വേണം കരുതാൻ മഞ്ജുഷ. എന്തായാലും മന്ത്രിക്ക് അനുമതി കിട്ടിയിട്ടില്ല. കേന്ദ്രമന്ത്രിയെ കാണുന്നുള്ള അനുമതി ഇതുവരെയും കിട്ടിയിട്ടില്ല. രാവിലെ മാധ്യമങ്ങളെ കണ്ട വീണ ജോർജ് തന്നെ താൻ അനുമതി തേടിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ നിവേദനം കൊടുത്ത ശേഷം മടങ്ങിപ്പോരും. ഇതാണ് വീണ ജോർജ് രാവിലെ പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇതുവരെയും അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയില്ല. ആശാ വർക്കേഴ്സ് ഉന്നയിക്കുന്നത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഡൽഹി സന്ദർശനമെന്നാണ്. ആ ആരോപണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കൂടി വരുന്നത്. എന്തായാലും JP നദ്ദയെ കാണാൻ വീണ ജോർജിന് ഇതുവരെയും അനുമതി കിട്ടിയിട്ടില്ല. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കൂടി ഡൽഹിയിൽ തുടരുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തുള്ള മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. അവിടെ ക്യൂബയിൽ നിന്നുള്ള ഒരു സംഘം ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ ശ്രമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ശരി, നിർണായകമായ വിവരമാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് തിരിച്ചത്. പക്ഷേ ആശമാർ ഇത് കണ്ണിൽ പൊടിയിടുവാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ കാണാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല.